ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച. മത്തായി 19 അധ്യായം 16 മുതൽ 22 വരെ വാക്യങ്ങൾ. ഒരു യുവാവിൻ്റെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീരിയസ് ആയിരുന്ന അവരുടെ ആ അവസ്ഥ നിരാശാജനകമായിരുന്നു. ICUവിലായിരുന്നു അഡ്മിറ്റ് ചെയ്തത്. എപ്പോൾ വേണമെങ്കിലും മരിക്കാം. നിസ്സഹായനായി മകൻ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നീട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാനായി അടുത്തുള്ള റെസ്റ്റോറൻ്റ് അടുത്തിലേക്ക് നടന്നു. അപ്പോൾ അവിടെ ഒരു സ്ത്രീ 2 കുട്ടികളുമായി ഭക്ഷണത്തിനായി യാചിക്കുന്നത് കണ്ടു. അവന് അവരോട് സഹതാപം തോന്നി. ഹോട്ടലിൽ നിന്ന് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. തിരിച്ച് ആശുപത്രിയിലെത്തിയപ്പോൾ ICUവിൽ അമ്മയെ കണ്ടില്ല. അവൻ പരിഭ്രാന്തനായി. അപ്പോൾ നേഴ്സ് വന്ന് അറിയിച്ചു, അമ്മയ്ക്ക് അസുഖം ഭേദമായതിനാൽ മുറിയിലേക്ക് മാറ്റി എന്ന്. അവൻ പോയി അമ്മയെ കണ്ടു. അമ്മ പറഞ്ഞു, താൻ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ തൻ്റെ 2 കുട്ടികളുമായിട്ട് സ്വർഗത്തിലേക്ക് കരങ്ങളുയർത്തി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി കണ്ടു എന്ന്. യുവാവിന് മനസ്സിലായി, താൻ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനം അമ്മയ്ക്ക് രോഗശാന്തി നൽകിയെന്ന്. ദാനം ചെയ്യുന്നത് രോഗശാന്തിക്ക് നിദാനമാകുന്നു. ദാനധർമ്മം നരകാഗ്നിയിൽ നിന്ന് ഒരാളെ സംരക്ഷിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഒരു യുവാവ് യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൽപ്പനകൾ പാലിക്കണമെന്ന് യേശു പറയുന്നു. താൻ അതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് യുവാവ് യേശുവിനോട് പറഞ്ഞു. മറ്റ് എന്താണ് തനിക്ക് ചെയ്യാൻ കഴിയുക എന്നറിയാൻ അയാൾ ആഗ്രഹിച്ചു. അപ്പോൾ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നീ പൂർണ്ണനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സ്വത്ത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ നിധി ഉണ്ടാകും. എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ പരിഭ്രമിച്ചു, വിഷമിച്ചു, സങ്കടപ്പെട്ടു. അവന് ധാരാളം സ്വത്തുക്കളുണ്ടായിരുന്നു. അവൻ സങ്കടത്തോടെ തിരിഞ്ഞ് യേശുവിനെ വിട്ടുപോയി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാ തിന്മകളുടെയും മൂലകാരണം ധനത്തോടുള്ള സ്നേഹമാണെന്ന്. പണം അതിനാൽ തന്നെ മോശമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ മാറ്റി നിർത്തുന്ന തരത്തിൽ അത് നമ്മുടെ അഭിനിവേശമോ ശ്രദ്ധയോ ആകർഷിക്കുമ്പോൾ അത് തിന്മയായിട്ട് മാറുന്നു. ചിലർ കൂടുതൽ സമ്പന്നരാകുമ്പോൾ അത്യാഗ്രഹികളും കൂടുതൽ അഹങ്കാരികളും സുഖാന്വേഷണക്കാരുമായി തീരുന്നു. പിന്നെ അവർക്ക് പ്രിയപ്പെട്ടവരെ പോലും മറക്കാൻ കഴിയും. പണം അവരുടെ ദൈവമാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്വയം ചോദിക്കുക, നമ്മുടെ ഉടമസ്ഥതയിലുള്ളതെല്ലാം വിറ്റ് അത് പാവപ്പെട്ടവർക്ക് നൽകാൻ യേശു നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മിൽ മിക്കവർക്കും അത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നിയേക്കാം. നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് പങ്കിടാൻ ഒരുപക്ഷെ നാം തയ്യാറാകും. എന്നാൽ നമുക്കുള്ളതെല്ലാം നൽകണമോ? അത് ഒത്തിരി വലിയ ഒരു ചോദ്യമാണ്. യേശു പറയുന്നത് ഇതിൻ്റെ ഒരു ഉത്തരം നൽകുന്ന ഇതാണ്: ലൗകിക കാര്യങ്ങളിൽ നിന്ന് അകൽച്ച പാലിക്കുക, ആവശ്യക്കാർക്ക് വേണ്ട സേവനം ചെയ്യുക, ശാശ്വതമായ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്ന് കർത്താവ് നമ്മെ കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കാനും അവിടുത്തെ അനുഗമിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം പുനർവിചിന്തനം ചെയ്യാൻ ക്ഷണിക്കുകയാണ്.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.